വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഇന്ന് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. മാസ്റ്റർ ഷെഫ് സഞ്ജീവ് കപൂർ ജഡ്ജായി വന്നിട്ടുണ്ടായിരുന്ന ഒരു കോൺടെസ്റ്റിൽ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കോൺടെസ്റ്റിൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്ന മലായ് ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ലോക്ക്ഡൗൺ ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ ആയിരുന്നു ഈ ഒരു കോൺടെസ്റ്റ് നടത്തിയിരുന്നത്. പിന്നെ 100-ലധികം പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് രാജ്യത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഫിലിപ്പീനോസും അറബ്സും പിന്നെ പാകിസ്ഥാനീസും ഇന്ത്യൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പോലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ അതുപോലെ ഒരു വലിയൊരു ഷെഫ് വന്നിട്ട് നമ്മളെ ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ട് അതിന് നമുക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നുള്ളത്. ഈ കോൺടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ മുന്നേ വേറൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റെസിപ്പിക്ക് വേണ്ടിയിട്ട്. നിങ്ങളിത് കണ്ടിട്ട് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിനായിട്ട് ഞാൻ 1.25 കിലോൻ്റെ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ബിരിയാണി പീസായി കട്ട് ചെയ്തിട്ട് നന്നായി വാഷ് ചെയ്തിട്ട് ഊറ്റിയെടുത്തിട്ടുള്ള ചിക്കനാണ്. ഇതിലിപ്പം വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 മീഡിയം വലുപ്പത്തിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.25 കിലോ ചിക്കൻ്റെ അളവിലാണ് ഇത് പറയുന്നത്. ഇതൊരു 6-7 പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതുണ്ടാവും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് പച്ചമുളക് ചതച്ച് ചേർക്കുന്നുണ്ട്. 4 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതേപോലെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലി പുതിന അരിഞ്ഞതും ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഊറ്റിയെടുത്ത തൈര് ചേർക്കണം. നിങ്ങൾ ആ ഒരു അരിപ്പയിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിരുന്നാൽ മതി. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് ഊറി കിട്ടും. അപ്പം അതിൽ നിന്ന് നല്ല കട്ടിയുള്ള തൈര് കിട്ടും. ഇനി ഞാൻ ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് കൂടെ ചേർക്കുന്നുണ്ട്. ചെറിയ ചെറുനാരങ്ങയാണെങ്കിൽ നിങ്ങൾക്ക് മുഴുവനായിട്ടും എടുക്കാം. ഞാനിപ്പോൾ ഒരു വലിയ ചെറുനാരങ്ങ ആയതുകൊണ്ടാണ് ഹാഫ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ക്രീം വേണം. ഈ ക്രീമാണ് നമ്മുടെ ബിരിയാണിക്ക് മലായ് ഫ്ലേവർ കൊടുക്കുന്നത്. ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിലാണ് ഈ ക്രീം ചേർക്കുന്നത്. ഇത് നിങ്ങൾക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ പാല് തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ മുകളിൽ അടിഞ്ഞു കൂടുന്ന ആ കട്ടിയുള്ള പാടയില്ലേ, അതാണ് ഈ മലായ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ 1 ടീസ്പൂൺ അളവിൽ ഞാൻ ഗരം മസാല ചേർക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ അളവിൽ പൊടിച്ച വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് വേറെ മസാലപ്പൊടികളൊന്നും ആവശ്യമില്ല. ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. അതിന് മുന്നേ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. നല്ല നെയ്യാണ്. ഇനി നമുക്കിത് നന്നായിട്ട് കൈ ഉപയോഗിച്ചിട്ട് തിരുമ്മിയിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കണം. എല്ലാ ചിക്കനും പിന്നെ നമ്മുടെ ഉള്ളിയും മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ കുഴച്ചെടുത്താൽ മതി. ഇതൊരു 5 മണിക്കൂറെങ്കിലും നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പം നല്ലോണം നമ്മുടെ ചിക്കനൊക്കെ മാരിനേറ്റായി നല്ല സോഫ്റ്റായിട്ട് വരും. ഇല്ലാന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഇതുണ്ടാക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ ആയിട്ട് നിങ്ങൾ അരി ഒന്ന് വെള്ളത്തിൽ കുതിർത്തിടണം. അതിന് മുന്നേ ആയിട്ട് അരി നന്നായിട്ട് കഴുകണം. ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഞാൻ 2.5 കപ്പ് അളവിലാണ് അരി എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ചായയൊക്കെ കുടിക്കുന്ന ആ ഒരു കപ്പിൽ മെഷർ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിത് വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. നിങ്ങൾക്ക് ബിരിയാണി വെക്കുന്ന ഏത് റൈസ് ഉപയോഗിച്ചിട്ടും ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബസ്മതി തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് കഴുകിയിട്ട് നന്നായിട്ടൊന്ന് ഊറ്റിയെടുക്കുകയാണ്. ഒരു 2-3 തവണ നിങ്ങൾ വെള്ളത്തിൽ കഴുകേണ്ടി വരും. അപ്പോഴേ ഇത് നന്നായിട്ട് ക്ലീൻ ആവുള്ളൂ. ക്ലിയറായി വരുന്നവരെ കഴുകിയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു 30 മിനിറ്റെങ്കിലും ഇതുപോലെ കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. നമ്മൾ ചോറ് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അരിയൊക്കെ വിടർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സോക്ക് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾ ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഈ അരി മാറ്റിയിട്ട് ഇതിലുള്ള വെള്ളം ഊറാൻ വേണ്ടിയിട്ട് വെക്കണം. നന്നായിട്ട് വെള്ളം ഊറിയിട്ട് കിട്ടണം. കാരണം നമുക്ക് ഈ അരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പം ഞാനിതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ നമ്മുടെ മസാല ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ മസാല നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഏത് പാത്രത്തിലാണോ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് ആ പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. പിന്നെ നിങ്ങളിതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളമൊക്കെ ചിക്കനിൽ ഇറങ്ങി വരും. ഇത് ജസ്റ്റ് നിങ്ങളൊരു അടപ്പ് വെച്ചിട്ട് അടച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. ഇടയ്ക്ക് നിങ്ങൾ തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും. ഇപ്പം നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ചിക്കനൊക്കെ നല്ലോണം വെള്ളം വന്നിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഒരു സെമി ഗ്രേവി ആവുന്നവരെ വേവിച്ചെടുക്കണം. ഈ സമയത്ത് ഞാൻ ചോറ് വെക്കാനുള്ള ഒരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 3 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 1.5 സവാള മീഡിയം വലുപ്പത്തിലുള്ളത് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10-15 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. ഈ ഓയിൽ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഈ മുറിച്ച് വെച്ചിട്ടുള്ള ഉള്ളി ഇതിനകത്തിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം.
ഫ്രൈ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, അപ്പം ഉള്ളി പെട്ടെന്ന് കരിഞ്ഞു പോവും. പിന്നെ ചെറിയ ഫ്ലെയിമിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ളി പൊരിഞ്ഞ് കിട്ടുമില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കോരിയെടുക്കുക. അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഉണക്കമുന്തിരി കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഉണക്കമുന്തിരി വീർത്ത് വരുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കണം. ആ വീർത്ത് വരുന്നതാണ് ഇതിൻ്റെ പാകം. ഇത് കളറൊന്നും നല്ല ഡാർക്ക് ആവാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നൊരു സാധനമാണ്. അപ്പോൾ ഇങ്ങനെ വീർത്ത് കഴിഞ്ഞാൽ തന്നെ ഇത് കോരിയെടുത്തിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കാം. ആ നെയ്യ് ഒന്ന് ചൂടാകുന്ന സമയത്തേക്ക് ഞാൻ 2 കറുവാപ്പട്ടയുടെ ഇല എടുത്ത് വെച്ചിട്ടുണ്ട്, 3 ഏലക്കായും പിന്നെ കുറച്ച് പട്ടയും എടുത്തിട്ടുണ്ട്, ഒരു 5-6 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മസാല ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മസാല ഇട്ടിട്ട് ഒരുപാട് നേരം മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ചൂടായാൽ മതി. ആ ഒരു സമയത്ത് തന്നെ ഞാൻ അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരിയിൽ വെള്ളം ഒന്നും ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ട് അരി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുക്കുന്ന പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒട്ടി നിൽക്കണം. ഇതാണ് അരി വറുത്ത് റെഡി ആയിട്ടുണ്ടെന്നുള്ള പാകം. ഈ ഒരു പാകം വരെ നിങ്ങൾ ഇതുപോലെ വറുത്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 3.25 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നാണ് കണക്ക്. നിങ്ങൾ ഒരുപാട് അരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് വെക്കുക. ഈ കുറഞ്ഞ അളവിലാണ് അരി എടുക്കുന്നത്, 2.5 കപ്പ് അരി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആവശ്യമായിട്ട് വരും. ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചെറുനാരങ്ങയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറുനാരങ്ങ വരെ ഉപയോഗിക്കാം. അരിയൊക്കെ വേറെ വേറെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം മീഡിയം ആയിട്ട് തന്നെയാണ് ഉള്ളത്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഈ ഒരു പരുവാകുന്നവരെ തുറന്ന് വെച്ചിട്ട് വേവിക്കണം. തുറന്ന് വെച്ചിട്ട് തന്നെ വേവിക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ചെറുതാക്കി വയ്ക്കുക. താഴോട്ട് നോബ് തിരിച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഈ വെള്ളം വറ്റുന്നവരെ വേവിക്കണം. ഞാൻ ഈ ഒരു മസാലയ്ക്ക് ഒരു സ്മോക്കി ഫ്ലേവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം കരി ഞാനൊന്ന് കത്തിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഗ്രില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന കരി തന്നെയാണ്. നമ്മുടെ മസാല ഇപ്പോൾ ഒരു സെമി ഡ്രൈ ആയി വന്നിട്ടുണ്ട്, മുഴുവനായിട്ടും വറ്റരുത്. ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന 3/4 ഭാഗം ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ദം ഇടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടാണുള്ളത്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് ഒരു ബൗളിൽ കുറച്ച് ഓയിൽ ഇറക്കി വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കത്തിച്ചിട്ടുള്ള കരി ഇതിലേക്ക് വെച്ചിട്ട് അപ്പം തന്നെ ഒരു മൂടി ഉപയോഗിച്ചിട്ട് അടയ്ക്കുക. അപ്പോൾ നല്ലൊരു സ്മോക്കി ഫ്ലേവർ നമ്മളെ മസാലയ്ക്ക് കിട്ടും. നമ്മൾ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവറും പിന്നെ മണവും ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു കുങ്കുമപ്പൂവ് 2 ടേബിൾ സ്പൂൺ പാലിൽ ഞാനൊന്ന് കുതിർത്ത് വെക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ അരിയൊക്കെ നന്നായിട്ട് വെള്ളം വറ്റിയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഒരു 3/4 ഭാഗം വേവ് ആയിട്ടുള്ളൂ. 15 മിനിറ്റാണ് ഞാൻ ചെറിയ തീയിൽ വെച്ചത്. നമ്മൾ മസാലയിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ബൗൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് 3/4 ഭാഗം വേവിച്ച ആ ചോറ് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ബിരിയാണി ദം ഇടുകയാണ്. നിങ്ങൾ സാധാരണ ബിരിയാണി ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ ഇതിന് ദം ഇടുന്നത്. ചോറ് അമർത്തി കൊടുക്കരുത്, ജസ്റ്റ് ഇതുപോലെ എല്ലാ ഭാഗത്തുനിന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി ഉണ്ടായിരുന്ന പൊരിച്ച ഉള്ളി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അണ്ടി മുന്തിരി കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ, കാരണം നമ്മൾ ഈ മസാല ഇതിൽ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കാൻ പോകുന്നത്. കുറച്ച് മല്ലി പുതിന അരിഞ്ഞതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നേരത്തെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുങ്കുമപ്പൂവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുങ്കുമപ്പൂവ് ഇല്ലാതെ ഈ ബിരിയാണി ഉണ്ടാക്കാം, എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ ഇല്ലാതെയും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പീസ് ഫോയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് മൂടി വെക്കുന്നത്. കാരണം എൻ്റെ മൂടി അത്ര ടൈറ്റ് ഇല്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ സാധാരണ ദം ഇടുന്ന രീതിക്ക് ചെയ്താൽ മതി. ആദ്യത്തെ ഒരു 5 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. നമ്മളെ ബിരിയാണിയുടെ ഈ ഒരു ചെമ്പ് നന്നായിട്ടൊന്ന് ചൂടാവണം. നന്നായിട്ടൊന്ന് ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നോബ് മേലോട്ട് തിരിച്ച് വെച്ചിട്ട് 30 മിനിറ്റെങ്കിലും ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. ഇപ്പം ഞാനൊരു 35 മിനിറ്റിൽ കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് നമ്മളെ ബിരിയാണി ദമ്മായി വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ബിരിയാണി പോലല്ല. ഈ ബിരിയാണി ദമ്മ് പൊട്ടിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ആ ഒരു സ്മോക്കി ഫ്ലേവർ ഇങ്ങോട്ട് കിട്ടും, മണം നന്നായിട്ട് കിട്ടും. നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ് ഇത്. പിന്നെ നമ്മൾ സാധാ പോലെ മസാല വേറെ ബിരിയാണി വേറെ എല്ലാം സെർവ് ചെയ്യുന്നത്, മിക്സ് ചെയ്തിട്ടാണ് സെർവ് ചെയ്യുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യുക. നിങ്ങൾക്ക് നെയ്യൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്തിട്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ആവശ്യത്തിനുള്ള നെയ്യ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്കിത് റൈത്തയുടെ കൂടെയും അച്ചാറിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണി പോലെയല്ല, നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. ഇൻഗ്രീഡിയൻസും മറ്റു കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.